സാഫല്യം മിഷനിലൂടെ രൂപതയിലേക്ക് 74 വർഷത്തെ ജീവിത വഴികളിലൂടെ നടന്ന അട്ടപ്പാടി മിഷനിലേക്ക് ഒരു എത്തിനോട്ടം. രൂപത ജൂബിലി വർഷത്തിൽ താവളം ഫൊറാനയെ നോക്കുമ്പോൾ അതൊരു തിളങ്ങുന്ന അധ്യായമാണ്. Let's see how it happened. താവളം ഫൊറാനയുടെ ചരിത്രം ആരംഭിക്കുമ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങട്ടെ. സെഹിയോൻ ധ്യാന കേന്ദ്രം കേരളക്കര മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ദൈവിക ചൈതന്യം പകരുന്ന ഈ ആലയം ഈ ഫൊറോനയ്ക്കും ആത്മീയ ബലമാണ്. 1998 ആരംഭിച്ച ഈ സെഹിയോൻ ധ്യാന കേന്ദ്രം ഫൊറോനയിലെ 15 ഇടവകൾക്കും എന്നും ആത്മീയ ബലമായി നിലകൊള്ളുന്നുണ്ട്. ഈ ജനതയ്ക്ക് ഇതെന്നും ദൈവിക കൂട്ടായ്മയ്ക്ക് ഒരു ഇടമാണ്. ഈ 74 എന്നുള്ളത് രൂപതയുടെ ആരംഭ വർഷമല്ല കേട്ടോ. 1951 പൂവത്തിങ്കൽ കുടുംബം 1000 ഏക്കർ സ്ഥലം മണ്ണാർക്കാട് മൂപ്പിൽ സ്ഥാനത്ത് നിന്ന് കൃഷി ചെയ്യുവാൻ 99 വർഷത്തേക്ക് പാട്ടത്തിന് വാങ്ങി. കൂക്കമ്പാളയത്ത് മത്തച്ചൻ പൂവത്തിങ്കലും ജോസഫ് കുട്ടി പൂവത്തിങ്കലും താമസം ആരംഭിച്ചതോടെ അട്ടപ്പാടിയിലേക്ക് മധ്യ തിരുവിതാംകൂർ കുടിയേറ്റം ആരംഭിച്ചു. ഇതോടുകൂടിയാണ് ഈ സാഫല്യം എന്ന പ്രോഗ്രാമിന് തുടക്കമാകുന്നത്. 1950 മുതൽ 1958 വരെ കാലഘട്ടത്തിൽ മണ്ണാർക്കാട് നിന്ന് ലത്തീൻ അച്ഛന്മാരാണ് ദൈവിക ശുശ്രൂഷകൾ നടത്തിയതെങ്കിൽ പിന്നീട് വൈദികരുടെ സാമീപ്യം സ്ഥിരമായി അട്ടപ്പാടിക്ക് ലഭിക്കുവാൻ തുടങ്ങി. 1958 കടനാട്ടിൽ വിശ്രമജീവിതം നയിച്ചിരുന്ന ബഹുമാനപ്പെട്ട കുര്യൻ പാണ്ഡ്യാമാക്കലച്ചൻ അട്ടപ്പാടിക്കാരുടെ ബുദ്ധിമുട്ടുകൾ ബന്ധുക്കളിൽ നിന്ന് കേട്ടറിഞ്ഞ് പ്രേക്ഷിത ചൈതന്യത്തോടെ അട്ടപ്പാടിയിൽ വന്ന് താമസിക്കുകയും ജനങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നതിന് പരിശ്രമിക്കുകയും ചെയ്തു. അട്ടപ്പാടിയിലെ ആദ്യ പ്രേക്ഷിതൻ എന്ന നിലയ്ക്ക് കുര്യൻ പാണ്ഡ്യാമാക്കലച്ചൻ അർഹനാണ്. പിന്നീട് വന്നവർ 1963 ഏപ്രിൽ 28 ജെല്ലിപ്പാറയിൽ ഒരു ഷെഡ് കെട്ടി പ്രാർത്ഥന ആരംഭിച്ചു. ഇനി ഒരു യാത്ര തുടരാം താവളം ഫൊറാനയിലെ 15 പള്ളികളിലൂടെ. ഹോളി ട്രിനിറ്റി ചർച്ച് താവളം 1950കളിൽ ക്രൈസ്തവ സഹോദരങ്ങളുടെ കുടിയേറ്റം ആരംഭിച്ചതോടെ തൃശൂർ രൂപത അധ്യക്ഷൻ മാർ ജോർജ് ആലപ്പാട്ട് പിതാവ് പ്രത്യേകം താല്പര്യമെടുത്തതിന്റെ പരിണിത ഫലമാണ് 1963 രൂപം കൊണ്ട താവളം പള്ളി. ബഹുമാനപ്പെട്ട ചുങ്കത്തച്ഛന്റെ തീക്ഷ്ണതയേറിയ ശുശ്രൂഷകളും ദീർഘവീക്ഷണങ്ങളും അട്ടപ്പാടിയിൽ വിവിധ ഇടവകൾ സ്ഥാപിക്കുവാൻ പ്രചോദനമായി. പ്രധാനമായും കുക്കമ്പാളയം കേന്ദ്രീകരിച്ചാണ് ഈ താവളം പള്ളി സ്ഥിതി ചെയ്യുന്നത്. 1965കളിൽ CMC സന്യാസിനി സമൂഹവും 1968 CMI സന്യാസ സമൂഹവും 1992 മർത്ത സന്യാസ സമൂഹവും ഇവിടെ സ്ഥാപനങ്ങൾ ആരംഭിച്ചു. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമവും ഇടവിടവില്ലാത്ത പ്രാർത്ഥനയും താവളം പള്ളിയുടെ വളർച്ചയ്ക്ക് പ്രചോദനമായി. ഈ കുടുംബങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ബിജു പ്ലാത്തോട്ടം അച്ഛനും മെൽവിൻ ചിറമേലച്ഛനുമാണ്. ഫൊറോന വികാരിയായ ബിജു പ്ലാത്തോട്ടം അച്ഛന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. സാഫല്യം ഈ വീഡിയോ 15 പള്ളികളിലൂടെയുള്ള ഒരു യാത്രയാണ്. കാടിനോടും കാട്ടുമൃഗങ്ങളോടും മലയോടും മഞ്ഞിനോടുമൊക്കെ മല്ലിട്ട് വിശ്വാസം പടുത്തുയർത്തിയ ഒരു സമൂഹത്തിൻ്റെ ചരിത്രം അട്ടപ്പാടിക്കുണ്ട്. പാലക്കാട് രൂപത സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോൾ അട്ടപ്പാടി ജനത വിശ്വാസത്തിൻ്റെ 74 വർഷങ്ങൾ പിന്നിടുകയാണ്. പൂർവികര് സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുത്തി നേടിയെടുത്ത വിശ്വാസം ഇന്നും പച്ചയായിട്ട് കാത്തുസൂക്ഷിക്കുന്നവരാണ് അട്ടപ്പാടിയിലുള്ള ജനങ്ങൾ. അട്ടപ്പാടി അട്ടയുടെ പാടി എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ക്രൈസ്തവർക്ക് ഇത് വിശ്വാസത്തിൻ്റെ പാടിയാണ്. ലോകമെങ്ങും സാന്നിധ്യം കൊണ്ടും വചനം കൊണ്ടും ആത്മീയത പകർന്നു കൊടുത്ത ഒരു ജനതയാണ് അട്ടപ്പാടിയിലുള്ളത്. ഈ സംഗമത്തില് ആത്മീയതയുടെ വെളിച്ചം പകർന്നു കൊടുത്ത എല്ലാ പിന്മുറക്കാരെയും വൈദികരെയും സന്യസ്തരെയും അട്ടപ്പാടിക്കാരായി ഞങ്ങൾ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. ദൈവത്തിൻ്റെ
അനുഗ്രഹം എന്നും പെയ്തിറങ്ങിയ ഈ അട്ടപ്പാടിയിൽ ഈ സംഗമം നടത്തപ്പെടുമ്പോൾ ഇതെന്നും ഞങ്ങളുടെ ഉള്ളിൽ ഒരു അനുഗ്രഹമായിട്ട് നിലകൊള്ളും. തീർച്ചയാണ്. ഫാത്തിമ മാതാ ചർച്ച് അഗളി 1960-കളിൽ തൃശൂർ രൂപതാ വികാരി ജനറൽ ആയിരുന്ന മോൺസിഞ്ഞോർ പോൾ ചിറ്റിലപ്പള്ളി അച്ഛനും പിന്നീട് ബഹുമാനപ്പെട്ട ജോസഫ് ചുങ്കത്തച്ഛനും വന്ന് ശ്രീമതി മാതൃസമ്മ, ശ്രീ AK ദേവസി എന്നിവരുടെ ഭവനങ്ങളിൽ മാസത്തിൽ ഒരിക്കൽ കുർബാന ആരംഭിച്ചതോടെയാണ് ഈ പള്ളിക്ക് തുടക്കമായത്. 1963-ൽ ചുങ്കത്തച്ഛൻ ഒരു ഷെഡ് നിർമ്മിച്ച് വിശുദ്ധ കുർബാനയർപ്പണം നടത്തുവാൻ തുടങ്ങി. 1974-ൽ ആരോഗ്യമാതാ കോൺവെന്റും 1977-ൽ നസ്രത്ത് ഭവനും 1999-ൽ സെന്റ് ബേസിൽ ആശ്രമവും 2003-ൽ സെന്റ് ആഗ്നസ് കോൺവെന്റും 2009-ൽ സെന്റ് ആഗ്നസ് ബോർഡിംഗ് ഹൗസും അസീസി ആശ്രമം നരിശുമുക്കും ഇവിടെ തുടങ്ങുവാൻ ഇടവന്നു. ഇവരുടെ വരവോടെയും ഇടവക വികാരിമാരുടെയും സന്യസ്തരുടെയും അശ്രാന്ത പരിശ്രമവും ഇടവകയുടെ വളർച്ചയ്ക്ക് ഏറെ കാരണമായി. വൈദിക മന്ദിരവും ഷോപ്പിംഗ് കോംപ്ലക്സും പാരിഷ് ഹാളും കപ്പേളയും എല്ലാം പള്ളിക്ക് ചുറ്റും നിറസാന്നിധ്യമായി ഇന്ന് നിലനിൽക്കുന്നു. ഇപ്പോൾ ഈ ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഫാദർ മാർട്ടിൻ ഏറ്റുമാനുക്കാരൻ. സെന്റ് തോമസ് ചർച്ച് ചിറ്റൂർ 1974 ഫെബ്രുവരി 14-ന് ബഹുമാനപ്പെട്ട ജേക്കബ് തൈക്കാട്ടിലച്ചന്റെ നേതൃത്വത്തിൽ ചുണ്ടുകുളം ഭാഗത്ത് തൃശൂർ അഭിമന്യ പിതാവ് ജോസഫ് കുണ്ടുകുളം പിതാവിന്റെ നിർദ്ദേശപ്രകാരം സ്ഥലം വാങ്ങുകയുണ്ടായി. അതിനെ തുടർന്നാണ് ചിറ്റൂർ ഇടവക സ്ഥാപിതമായത്. വിമല ഭവൻ കോൺവെന്റും സ്കൂളും ഈ ഇടവകയുടെ വളർച്ചയ്ക്ക് സഹായകമായി നിൽക്കുന്ന സ്ഥാപനങ്ങളാണ്. 1994-ലാണ് ഇന്ന് കാണുന്ന ചിറ്റൂർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളി വെഞ്ചരിച്ചത്. രൂപതയുടെ സുവർണ ജൂബിലിയോട് ചേർന്ന് ഇതേ വർഷത്തിൽ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഇടവകയാണ് ചിറ്റൂർ സെന്റ് തോമസ് ഇടവക. ഈ ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഫാദർ ജോസഫ് അറക്കലച്ചനാണ്. സെന്റ് പീറ്റേഴ്സ് ചർച്ച് ജെല്ലിപ്പാറ അട്ടപ്പാടി മിഷനിലെ ആദ്യ പ്രാർത്ഥനാലയം ആരംഭിച്ചത് ഈ ഇടവകയിലാണെന്ന് പറയാം. ആദ്യ മിഷണറിമാരായിരുന്ന പാണ്ഡ്യാമാക്കലച്ചനും ചുങ്കത്തച്ഛനുമെല്ലാം ഈ പ്രദേശങ്ങളിലാണ് പ്രാർത്ഥനാലയങ്ങൾ ആരംഭിച്ചത്. മൗണ്ട് മേരി കോൺവെന്റ്, സ്നേഹഭവൻ കോൺവെന്റ്, സെന്റ് പോൾസ് കോൺവെന്റ്, നഴ്സറി, മൗണ്ട് കാർമൽ ഓർഫനേജ്, LP സ്കൂൾ, ഹൈസ്കൂൾ എന്നീ സ്ഥാപനങ്ങളെല്ലാം ഇന്നും ഈ ഇടവകയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നിരവധിയായ അച്ഛന്മാരുടെയും സന്യസ്തരുടെയും ആത്മായ പ്രേക്ഷിതരുടെയും അശ്രാന്ത പരിശ്രമത്തിന്റെ പരിണിത ഫലമാണ് ഈ ഇടവക. ഫാദർ ജോൺ മരിയ വിയാനി അച്ഛനും അസിസ്റ്റന്റ് വികാരിയായ സൈമൺ കൊളനൂരച്ഛനുമാണ് ഈ ഇടവകയെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. സെയിന്റ് തെരേസാസ് ചർച്ച് ധോണികുണ്ട് ജെല്ലിപ്പാറ ഇടവകയുടെ ഭാഗമായ ധോണികുണ്ടിൽ കുർബാന അർപ്പിക്കുവാനുള്ള സൗകര്യത്തിനായി ഒരു പള്ളി വേണമെന്ന ആവശ്യം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു. CST സഭാ സമൂഹമായി ആലോചിച്ച് സ്ഥലം വാങ്ങി പള്ളി പണിത് 2006-ൽ വെഞ്ചിരിപ്പോടെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു. CST സഭാ സമൂഹത്തിന്റെ ബഹുമാനാർത്ഥം വിശുദ്ധ ലിസ്യുവിന്റെ പേരാണ് പള്ളിക്ക് നൽകിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഫാദർ ജോൺ മരിയ വിയാനിയച്ചനും അസിസ്റ്റന്റ് വികാരി സൈമൺ കൊളന്നൂരച്ചനുമാണ്. സെയിന്റ് ജോസഫ് ചർച്ച് കാരാറ ജെല്ലിപ്പാറ ഇടവകയുടെ ഭാഗമായിരുന്നു കാരാറ പ്രദേശങ്ങൾ. സഞ്ചാരയോഗ്യമല്ലാത്ത വഴികളിലൂടെ 5 കിലോമീറ്റർ നടന്ന് ജെല്ലിപ്പാറ പള്ളിയിൽ എത്തുക പ്രയാസമായിരുന്നതിനാൽ ജെല്ലിപ്പാറ വികാരി ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ മംഗലച്ചൻ 1973-ൽ പള്ളിക്കായി സ്ഥലം വാങ്ങുകയും പിന്നീട് അച്ഛന്റെ നേതൃത്വത്തിൽ 1976 ജൂൺ 1-ന് അഭിമന്യമാർ ജോസഫ് ഇരിമ്പൻ പിതാവ് വെഞ്ചരിച്ച് ദിവ്യബലി അർപ്പിച്ചതോടെ ഈ ഇടവകയ്ക്ക് തുടക്കമായി. നിരവധിയായ അച്ഛന്മാരുടെയും സന്യസ്തരുടെയും ആത്മായ പ്രേക്ഷിതരുടെയും അശ്രാന്ത പരിശ്രമണത്തിന്റെ പരിണിത ഫലമാണ്
1998 CMC സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റും നഴ്സറിയും ഇടവകയോട് ചേർന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോൾ ഈ ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഫാദർ ജോഷി പുത്തൻപുരയിൽ അച്ഛനാണ്. ശാന്തിനാഥ ചർച്ച് ശാന്തിതടം. ജെല്ലിപ്പാറ ഇടവകയുടെ ഭാഗമായിരുന്ന ശാന്തിതടത്തിലെ ക്രൈസ്തവർ തങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ ജെല്ലിപ്പാറ ദേവാലയത്തിലാണ് പോയിരുന്നത്. പകൽ പോലും വന്യമൃഗങ്ങളുടെ ശല്യം ഇവിടെ ഉണ്ടായിരുന്നു. 8 കിലോമീറ്ററോളം അധികം നടന്ന് ജെല്ലിപ്പാറ പള്ളിയിൽ എത്തുക വളരെ ക്ലേശകരമായിരുന്നു. ജെല്ലിപ്പാറ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ മംഗലനച്ചൻ ജനത്തിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ആരംഭിച്ച ദേവാലയത്തിന്റെ നിർമ്മാണം ചെന്നെത്തിയത് 1974 മാർച്ച് 14 ഒരു ഷെഡ് നിർമ്മിച്ചുള്ള കുർബാനയർപ്പണത്തിലാണ്. പിന്നീട് 1982 ബഹുമാനപ്പെട്ട മാണി പറമ്പേട്ട് അച്ഛൻ്റെ നേതൃത്വത്തിൽ ദേവാലയ പണികൾ പൂർത്തിയാക്കി വെഞ്ചരിച്ചു. ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷത്തിലാണ് ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ. ഈ ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഫാദർ ജോഷി പുത്തൻപുരയിൽ അച്ഛനാണ്. സെയിന്റ് അൽഫോൺസ ചർച്ച് കോട്ടത്തറ. അഗളി ഇടവകയിലെ കുടുംബ യൂണിറ്റുകളിൽ ഒന്നായ കോട്ടത്തറ പുതൂർ ഭാഗത്തെ വിശ്വാസികൾക്ക് ഇടവക സംബന്ധമായ കാര്യങ്ങൾക്ക് അഗളിയിൽ എത്തിച്ചേരുക പ്രയാസമായതിനാൽ 2010 ഓഗസ്റ്റ് മാസത്തിൽ കൂടിയ കുടുംബ സമ്മേളനത്തിൽ കോട്ടത്തറ ഭാഗത്ത് ഇടവക ദേവാലയം എന്ന ആശയം ഉയർന്നു വന്നു. 2012 ജൂലൈ മാസം 29 അഭിമന്യ മാർ ജേക്കബ് മനത്തോടത്ത് പിതാവ് ദേവാലയത്തിനും പാരിഷ് ഹാളിനുമുള്ള തറക്കല്ല് വെഞ്ചരിച്ച് സ്ഥാപിച്ചു. ഇതിന്റെ പരിണിത ഫലമാണ് ഇന്ന് കാണുന്ന മനോഹരമായ ഈ കോട്ടത്തറ സെന്റ് അൽഫോൺസ ചർച്ച്. ആരോഗ്യമാതാ കോൺവെന്റും ഈ ഇടവകയ്ക്ക് സഹായകരമായി നിൽക്കുന്ന സ്ഥാപനങ്ങളാണ്. ഇന്ന് ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഫാദർ നീലേഷ് തുരുത്തുവേലി. സെയിന്റ് ആന്റണീസ് ചർച്ച് ഷോളയൂർ. ശിരുവാണി തോട്ടങ്ങളിൽ ജോലിക്കായെത്തിയ കത്തോലിക്കരാണ് ഷോളയൂർ ഇടവകയിലെ പൂർവികർ. 1955 മുതൽ ഇവിടുത്തെ കത്തോലിക്കർ പള്ളിക്കായി കുറേ പരിശ്രമങ്ങൾ നടത്തി. ഒടുവിൽ 1960 ശ്രീ NS രാജുവിൻ്റെ സ്ഥലത്ത് വിശുദ്ധ അന്തോണീസിന്റെ നാമധേയത്തിലുള്ള കപ്പേള നിർമ്മിച്ചു. 1962 ജനുവരി 18 വ്യാഴാഴ്ച തൃശൂർ രൂപത ജനറലായിരുന്ന ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ പോൾ ചിറ്റിൽപ്പള്ളി അച്ഛൻ പ്രസ്തുത കപ്പേള വെഞ്ചരിച്ച് ദിവ്യബലി അർപ്പിച്ചു. ദീപ്തി കോൺവെന്റ് സഹായത്തിനായി പള്ളിയുടെ കൂടെ സ്ഥിതി ചെയ്യുന്നു. ഇപ്പോൾ ഈ ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഫാദർ നീലേഷ് തുരുത്തുവേലിൽ അച്ഛനാണ്. സെയിന്റ് സെബാസ്റ്റ്യൻ ചർച്ച് കുറുവൻപാടി. അട്ടപ്പാടിയിലെ കുടിയേറ്റ ചരിത്രം പരിശോധിച്ചാൽ 1960കളിലെ കുടിയേറ്റവരിൽ നല്ലൊരു ശതമാനം ക്രൈസ്തവരും കുറുവൻപാടി പുലിയറ പ്രദേശങ്ങളിൽ താമസമാക്കിയിരുന്നതായി കാണാം. തൃശൂർ രൂപതാംഗമായിരുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് തൈക്കാട്ടിലച്ഛൻ്റെ നേതൃത്വത്തിൽ ജനപങ്കാളിത്തത്തോടെ പണിത ദേവാലയം 1975 മെയ് 7 അഭിമന്യ മാർ ജോസഫ് ഇരിമൻ പിതാവ് ആശീർവദിച്ചതോടെ കുറുവൻപാടി പള്ളിക്ക് തുടക്കമായി. പാലക്കാട് രൂപത സ്ഥാപിതമായതിനു ശേഷം ആദ്യം വെഞ്ചരിച്ച ദേവാലയം എന്ന സവിശേഷത ഈ ദേവാലയത്തിനുണ്ട്. ഇപ്പോൾ ഈ ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഫാദർ ആനന്ദ് അമ്പൂക്കനച്ചൻ. സെയിന്റ് ജോർജ് ചർച്ച് പുലിയറ. കുറുവൻപാടിയിൽ നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ അകലെ താമസിച്ചിരുന്നവർക്ക് പള്ളിയിൽ എത്തിച്ചേരുവാൻ വളരെ വിഷമമായിരുന്നതിനാൽ പുലിയറ നിവാസികളുടെ സൗകര്യം പരിഗണിച്ച് പുലിയറയിൽ തന്നെ ഒരു ദേവാലയം നിർമ്മിക്കുവാൻ അഭിമന്യ പിതാവ് നിർദ്ദേശം നൽകി. അതുപ്രകാരം ബഹുമാനപ്പെട്ട മാണിയച്ചൻ്റെ നേതൃത്വത്തിൽ പുലിയറയിൽ വാങ്ങിയ സ്ഥലത്ത് താൽക്കാലിക പ്രാർത്ഥനാലയം നിർമ്മിക്കുകയും 1982 ജൂൺ 6 മുതൽ ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തു. 1983 നവംബർ 23 അഭിമന്യ മാർ ഇരുമ്പൻ പിതാവ് ഈ ദേവാലയം ഔദ്യോഗികമായി ആശീർവദിച്ചു.
ഇപ്പോൾ ഈ ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഫാദർ ആനന്ദ് അമ്പൂക്കൻ. ഇൻഫന്റ് ജീസസ് ചർച്ച്, വയലൂർ. പെട്ടിക്കൽ, പന്നിക്കുഴി, വയലൂർ, കോഴിക്കൂടം എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെട്ടതാണ് ഇപ്പോഴത്തെ വയലൂർ ഇടവക. ഷോളയൂർ, കുറുവൻപാടി എന്നീ ഇടവക പള്ളികളിലേക്ക് ദൂരം കൂടുതലായതിനാൽ വയലൂർ ഭാഗത്ത് പള്ളി വേണമെന്ന ഇടവകക്കാരുടെ ആഗ്രഹം വികാരി ബഹുമാനപ്പെട്ട തോമസ് മുളങ്ങാട്ടിൽ അച്ഛനെ അറിയിച്ചു. അതുപ്രകാരം 1981 ഡിസംബർ 25 മുതൽ ദിവ്യബലി അർപ്പിക്കുവാനായി ആരംഭിച്ചു. ശാന്തിഗ്രാം ആശ്രമം, കരുണാലയം കോൺവെന്റ് എന്നീ സ്ഥാപനങ്ങൾ പള്ളിയോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഈ ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഫാദർ ജോസഫ് അറക്കലച്ചനാണ്. ഇൻഫന്റ് ജീസസ് ചർച്ച്, ഉണ്ണിമല. അട്ടപ്പാടിയിലെ കുറുവൻപാടി സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയുടെ ഭാഗമായിരുന്നു ഉണ്ണിമല പ്രദേശം. ആളുകളുടെ ആഗ്രഹപ്രകാരം ഈ സ്ഥലത്ത് പള്ളി വേണമെന്ന ആവശ്യമുയർന്നു. അതിൻ്റെ ഭാഗമായി 1998 ഡിസംബർ 19 അഭിവന്യ മാർ ജേക്കബ് മനത്തോടത്ത് പിതാവ് ഇവിടെ പണി ചെയ്യപ്പെട്ട ഹാളിന് വേണ്ട ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. പണിതീർത്ത ഹാൾ 1999 ജൂലൈ 18 താവളം ഫൊറോന വികാരി ബഹുമാനപ്പെട്ട ജോസ് കൊച്ചുപറമ്പിലച്ചൻ ആശീർവദിച്ച് ദിവ്യബലി ആരംഭിച്ചു. ആരാധന സമൂഹത്തിൻ്റെ തിരുഹൃദയ കോൺവെന്റ് പള്ളിയുടെ സഹായത്തിനായി ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഈ ഇടവകയെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഫാദർ ആനന്ദ് അമ്പൂക്കൻ അച്ഛനാണ്. സെയിന്റ് മേരീസ് ചർച്ച്, പല്ലിയറ. അഗളി ഇടവകയുടെ ഭാഗമായിരുന്ന പല്ലിയറ പ്രദേശത്തുള്ളവർക്ക് വാഹന സൗകര്യമില്ലാത്തതിനാൽ വർഷക്കാലത്ത് 5 കിലോമീറ്റർ മലയിറങ്ങി നടന്നു വന്ന് ആരാധനയെ സംബന്ധിക്കുവാൻ വളരെ പ്രയാസമായിരുന്നു. യാത്രാക്ലേശം പരിഗണിച്ച് പല്ലിയറയിൽ സ്ഥലം വാങ്ങി. 1986 ഓഗസ്റ്റ് 15 അഭിവന്യമാർ ജോസഫ് ഇരുമ്പൻ പിതാവ് പള്ളിക്ക് തറക്കല്ലിടുകയും 1987 ജൂലൈ 25 വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഫാദർ മാർട്ടിൻ ഏറ്റുമാനൂക്കാരച്ചനാണ്. ഹോളി ട്രിനിറ്റി ചർച്ച്, തൃത്തുമല. 1950 അട്ടപ്പാടിയിലെ കൽക്കണ്ടി, കക്കുപ്പടി, മുക്കാലി, ചോലക്കാട്, ചിന്നപ്പറമ്പ്, വണ്ടൻപാറ, തോട്ടപ്പാടി, കള്ളമല ഭാഗത്തേക്ക് കുടിയേറ്റങ്ങൾ ആരംഭിച്ചിരുന്നു. അക്കാലത്ത് ക്രൈസ്തവർ ഇവിടെ നിന്ന് അകലെ ജെല്ലിപ്പാറ ദേവാലയത്തിൽ പോയി ആധ്യാത്മിക കാര്യങ്ങൾ നടത്തി വന്നിരുന്നു. ബഹുമാനപ്പെട്ട ചുങ്കത്തച്ഛന്റെ നേതൃത്വത്തിൽ വിശ്വാസികളുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമായി താൽക്കാലിക ഷെഡ് നിർമ്മിക്കുകയും 1972 മാർച്ച് 26 തൃശൂർ രൂപതയുടെ വികാരി ജനറൽ ബഹുമാനപ്പെട്ട ഹോളി ഫാമിലി കോൺവെന്റ്, അസിസി നിലയം കോൺവെന്റ് എന്നീ സ്ഥാപനങ്ങൾ ഇപ്പോഴും ഈ പള്ളിയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ പള്ളിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഫാദർ ജോസ് ചെനിയറ അച്ഛനാണ്.